സർ, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അണുവായുധം പാടില്ല എന്നാണ് ഇസ്രായേലും അമേരിക്കയും അടക്കം പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. നമുക്കറിയാം പാകിസ്ഥാനിലൊക്കെ അണുവായുധമുണ്ട്. പാകിസ്ഥാനിലെ കഹൂട്ടയിലൊക്കെ അണുവായുധ കേന്ദ്രം അവിടെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഈ അണുവായുധമുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ പാകിസ്ഥാനെ ഇസ്രായേൽ ആക്രമിക്കുമോ? അതായത് അണുബോംബ് ഉള്ള ലോകത്തിലെ ഏക ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ കയ്യിൽ അണുബോംബ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഇസ്ലാമിക ഭീകരരുടെ കയ്യിലേക്ക് എത്തും. അത് സുരക്ഷിതമല്ല. സുരക്ഷിതമായിട്ട് ഇവർ സൂക്ഷിക്കുകയില്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ കഹൂട്ട ആണവ നിലയമുണ്ട്, വേറെ ആണവ നിലയങ്ങളൊക്കെ ഉണ്ട്. അവിടെ അണുബോംബുണ്ട്. പക്ഷെ ഇത് മുഴുവൻ അമേരിക്കൻ സൈനികരുടെ കാവലിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നല്ലോ. കിരാന മലയിൽ നമ്മൾ ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ ഇത് ആണവ കേന്ദ്രത്തിലേക്ക് അമേരിക്കൻ സംഭരണത്തിൽ അല്ലെങ്കിൽ കാവലിൽ ഉള്ളതാണ് എന്നുള്ള കാര്യം ആ സമയത്ത് പുറത്തു വന്നിരുന്നു. കഹൂട്ട ആണവ നിലയം ഈ കാരണങ്ങൾ കൊണ്ട് പാകിസ്ഥാനിൽ ആക്രമിക്കാം എന്ന് ഇസ്രയേൽ 1982 തന്നെ വാഗ്ദാനം ചെയ്തു. ഇന്ത്യയോട് പറഞ്ഞിരുന്നു, ഇത് സുരക്ഷിതമല്ല, ഇത് ഞങ്ങൾ ശരിയാക്കി തരാം, നിങ്ങൾ ഗുജറാത്തിൽ ജാംനഗറിലോ മറ്റോ ഞങ്ങൾക്കൊരു വിമാനം വരുമ്പോൾ അതിന് പിന്നെയും ഇന്ധനം നിറക്കണമല്ലോ, അതിനുള്ളൊരു സൗകര്യം ചെയ്ത് തന്നാൽ മതി, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞത് ഈ പാകിസ്ഥാനിലെ ഒരു ജനറൽ എഴുതിയ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുല്ല് മാത്രം തിന്നുകൊണ്ട് ജീവിക്കില്ല എന്നോ മറ്റോ അർത്ഥം വരുന്നൊരു ശീർഷകമാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.